ശിവ, ഇങ്ങി വന്നേ. നീ എന്താടാ ഈ കാണിച്ചത്? ആ കളക്ടറുടെ ശല്യം അവസാനിപ്പിക്കാനാ നിന്നെ വിട്ടത്. പിന്നെ നീ എങ്ങനെ ആ കളക്ടറുടെ രക്ഷകനായിട്ട് മാറി? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്കവരെ എതിർക്കാനാവില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കത് അറിയില്ല. ഇത് വെറും മുട്ടാപ്പോക്ക. നിനക്ക് എന്താടാ ശിവ പറ്റിയത്? എടാ, നീ എന്റെ പഴയ ശിവനെ അല്ല. സർജറിക്ക് ശേഷം എനിക്ക് എന്നോട് തന്നെ ഒരു അകൽച്ച തോന്നുന്നുള്ളത് സത്യം തന്നെയാണ്. മറ്റെന്ത് വേണമെങ്കിലും ഞാൻ അച്ഛന് വേണ്ടി ചെയ്തു തരാം. പക്ഷേ ശാലിനി അടുത്ത് വരുമ്പോ എനിക്കവളെ ഇല്ലാതാക്കാനല്ല തോന്നുന്നത്, സംരക്ഷിക്കാനാ. ശിവ, അച്ഛാ, സത്യത്തിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇപ്പൊ നിയന്ത്രിക്കുന്നതും എന്നെ കൊണ്ട് പലതും പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റാരോ ആണ്. എടാ, അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ദേ എവള്. നീ വന്നേ. ഇനി എവളെ നീ അറിയില്ല എന്ന് പറയൂ. എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ശിവേരന്റെ കഴുത്ത് കെട്ടിയത്? ആരെ ബോധിപ്പിക്കാനാ? നിന്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ?